സ്വന്തം ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും വധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന വണ്ടൂർ വടക്കേക്കര സ്വദേശി തുള്ളിശ്ശേരി ഷാഹുൽ ഹമീദിനെ കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് വണ്ടൂർ പോലീസ് പിടികൂടിയത്. വിവിധ കേസുകളിൽ ജയിലിലായിരുന്ന പ്രതി പുറത്തിറങ്ങി 10 ദിവസത്തിനുള്ളിലാണ് വീണ്ടും പിടിയിലാകുന്നത്. കഴിഞ്ഞ മാർച്ച് 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാളികാവ് പുറ്റമണയിലെ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രതി തന്റെ കാമുകിയുമായി ചേർന്ന് ഭാര്യയെ പൂട്ടിയിടുകയായിരുന്നു. തുടർന്ന് കൈകാലുകൾ കെട്ടിയിട്ട് വായിൽ തുണി തിരുകിയ ശേഷം കത്രിക കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും കഴുത്തിൽ കത്തിവെച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാളുടെ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നും പരാതിയിൽ പറയുന്നു. ആക്രമണത്തിന് ശേഷം മുറിവുകൾ അപകടത്തിൽ സംഭവിച്ചതാണെന്ന് വരുത്തി തീർത്ത് പിറ്റേന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷം യുവതിയെ സ്വന്തം വീട്ടിലാക്കി പ്രതി കടന്നു കളയുകയായിരുന്നു. കാമുകിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പുക്കുട്ടുംപാടം പോലീസ് ഇയാൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കുട്ടികളുടെ പിതാവ് ചൈൽഡ് ലൈനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയതിനെ തുടർന്ന് കുട്ടികളുടെ സംരക്ഷണം ചൈൽഡ് ലൈൻ ഏറ്റെടുത്തു. കൂടാതെ ഭാര്യയുടെ 28.5 പവൻ സ്വർണ്ണാഭരണങ്ങളും ബിസിനസ് ആവശ്യത്തിനെന്ന പേരിൽ കൈപ്പറ്റിയ 2.8 ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തതായും പരാതിയുണ്ട്. പ്രതിക്ക് വൻകിട ലഹരി സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് യൂണിഫോം ധരിച്ച് ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. അറസ്റ്റിലായ ഷാഹുൽ ഹമീദിനെ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.